40 നാൾ നീണ്ടു നിന്ന ഫുട്ബോൾ ആവേശം ഇന്ന് അവസാനിക്കുകയാണ്. ഈ വിശ്വവേദിക്ക് ഇന്ന് തിരശ്ശീല വീഴുമ്പോൾ ആര് ജയിക്കും എന്ന് ഇപ്പോഴും പ്രവചനാതീതമാണ്. തുല്യശക്തികൾ തമ്മിൽ ഈ വിശ്വവേദിയുടെ കലാശപ്പറന്ന് പോരടിക്കാൻ പോവുകയാണ് അർജന്റീനയും സ്പെയിനും തമ്മിൽ. ഇപ്പോൾ നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് പഴയ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ കോച്ചായ ഗബ്രിയൽ സാറാണ്. അദ്ദേഹം കോച്ച് മാത്രമല്ല, ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഇന്ത്യൻ ആദ്യത്തെ ഇൻസ്ട്രക്ടർ കൂടിയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ചോദിക്കാം. എന്തായാലും വേൾഡ് കപ്പ് അതിൻ്റെ അവസാന ദിവസത്തേക്ക് എത്തുകയാണ്. അപ്പം സാറൊരു പരിശീലകനാണ്. ഒരു പരിശീലന ഒരു കൗതുക ചോദ്യം ചോദിക്കാം. ഇന്നത്തെ മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആശാനും ശിഷ്യൻ നമ്മളെ പോരാട്ടമാണ്. ആശാനായിട്ട് ഇരിക്കുന്നത് സ്പെയിൻ്റെ കോച്ചായ ലൂയിസ് ഡി ഫ്ലോണ്ടും ശിഷ്യനായിട്ട് ലയണൽ സ്കലോണി. ലയണൽ സ്കലോണി തൻ്റെ പരിശീലനം ആ ഒരു ട്രെയിനിങ് എടുത്തത് ലൂയിസിന്റെ കീഴിലാണ്. അപ്പോൾ സാറിന് എന്തോ തോന്നുന്നു, രണ്ട് പരിശീലകർ തമ്മിൽ തങ്ങളുടെ ടീമിനെ വെച്ച് മാറ്റി വയ്ക്കുമ്പോൾ വിജയം ആർക്കൊപ്പം ആയിരിക്കും? രണ്ട് ടീമുകൾ തമ്മിൽ കളിക്കുമ്പോൾ അവർ ഓരോ ടീമും വിജയിക്കാനായിട്ടുള്ള തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് പരിശീലനായിരിക്കുകയും അത് അവർ തമ്മിലുള്ള ബന്ധമല്ല ഇവിടെ വരുന്നത്. ഇവിടെ ആ ടീം ജയിക്കാൻ വേണ്ടിയുള്ള എല്ലാ തന്ത്രങ്ങളും എല്ലാ രീതിയിലുള്ള പ്രിക്കോഷൻസും എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ സ്പെയിനും അർജൻറ്റീനയും കളിക്കുമ്പോൾ രണ്ട് നല്ല സ്കിൽഫുൾ ടീമുകളാണ് കളിക്കുന്നത്. അവരുടെ കളിക്കുന്ന ശൈലികൾ വ്യത്യാസമാണ്. എങ്കിലും ഈ രണ്ട് ശൈലികളും ഒന്നിച്ച് പോകത്തക്ക രീതിയിലുള്ള കളി മുന്നോട്ട് പോവുകയും അതിൽ ആരാണോ ബെറ്ററായിട്ട് പ്രവർത്തിക്കുന്നത് അവർ ജയിക്കുകയും ചെയ്യും. ഇപ്പോൾ കാണികൾ കൂടുതലും ഇപ്പോൾ അർജൻറ്റീനയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സ്പെയിനിന് ഒരു സെക്കൻഡ് ഇതിലാണ് കാണുന്നത്. നമുക്ക് അങ്ങനെ കളിയിൽ പറയാൻ പറ്റത്തില്ല. കളി പ്രവചനാതീതമാണെന്നാണ് പറയുന്നത്. നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. ഒരു ചെറിയൊരു പ്ലസ് പോയിന്റ് നമുക്ക് അർജന്റീനയ്ക്ക് കൊടുക്കാമെങ്കിലും സ്പെയിന് നല്ല കൺട്രോള്, നല്ല പാസിങ് ഗെയിം കളിക്കുന്നുണ്ട്. അവർ നല്ല ടീം ഗെയിമാണ്. പക്ഷേ അർജന്റീനയിൽ നല്ല ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഉണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് കേരള ടീമിലെ പ്ലെയറും പഴയ ഫുട്ബോൾ താരവും സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചുള്ള അപ്പുകുണ്ണ സാറാണ്. നമുക്ക് സാറിൻ്റെ അഭിപ്രായം ചോദിച്ചു വെക്കാം. സാറിനോട് ചോദിക്കുന്ന പ്ലെയർ എന്ന രീതിയിലാണ്. ലമീൻ അമാൽ യുവ സെൻസേഷൻ, ലയണൽ മെസ്സി ദി ഓൾ ടൈം ഗോട്ട് എന്ന് നമ്മൾ ഓൾ ടൈം ഗോട്ട് പറയുന്നതല്ല ശരിക്കും. അപ്പോൾ ഇവർ തമ്മിൽ മാറ്റിവെക്കുമ്പോൾ എന്താണ് സാറിന് തോന്നുന്നത്? കളി നമുക്ക് സാറ് പറഞ്ഞ പോലെ ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. രണ്ട് ടീമും നല്ല ടീമാണ്. പക്ഷേ കൂടുതൽ ചാൻസ് അർജൻറ്റീനയ്ക്കാണ്, മുൻതൂക്കം അർജൻറ്റീനയ്ക്കാണ്. അവരുടെ സ്കില്ലും അവർ എത്ര ഗോളായാലും അതൊരു ഈസി ആയിട്ട് കണ്ട് അതിനു വേണ്ടി ഗോൾ അടിക്കാൻ വേണ്ടി അവർ പ്രയത്നിക്കും. അവർ അവസാനം വരെയും അവർ ടീമിന് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെയാണ് അവരുടെ ഇതുവരെയുള്ള വിജയം. അതുകൊണ്ട് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്കിനി സാറിനടുത്ത് വരാം. സാറിൻ്റെ പേര് ഗണേഷ് എന്നാണെന്ന്, പഴയ ഫുട്ബോൾ പ്ലെയറാണ്. സാറിന് എന്ത് തോന്നുന്നു? ഈ തുല്യശക്തികൾ തമ്മിലുള്ള പോരാട്ടമാണ്. ഇരുവരും ഇതുവരെ 14 തവണ ഏറ്റുമുട്ടിയപ്പോഴും തുല്യമായ വിജയങ്ങളാണ് ഇരുവരും കൈവരിച്ചിട്ടുള്ളത്. അവസാനത്തെ ഏറ്റുമുട്ടൽ 8 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അത് ഫിഫ വേൾഡ് കപ്പിന് മുമ്പുള്ള ഒരു സൗഹൃദ മത്സരമായിരുന്നു. അതിൽ 6-1 സ്പെയിനാണ് ജയിച്ചത്. അപ്പോൾ വരുന്നൊരു കണക്കെന്ന് വെച്ചാൽ 2018 വേൾഡ് കപ്പിൻ്റെ സമയത്ത് അർജന്റീനയെ തോപ്പിച്ച രണ്ട് ടീമിന് അർജന്റീന കഴിഞ്ഞ വേൾഡ് കപ്പിന് പകരം ചെയ്തു. ഒരു ടീമേ ബാക്കിയുള്ളൂ, അതാണ് സ്പെയിൻ. 6-1 സ്പെയിൻ തോന്നുന്നത്. സാറിന് തോന്നുന്നുണ്ടോ ഇത്തവണ അവർ ശരിക്കും കണക്ക് തീർത്ത് ഡിഫെൻഡിങ് ചാമ്പ്യന്മാരെന്ന ആ ഒരു പട്ടം നേടിക്കൊണ്ടായിരിക്കും 10 കൊല്ലം മുമ്പ് മെസ്സി കരഞ്ഞുകൊണ്ടിറങ്ങിയ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ നിന്ന് ചിരിച്ച് ആനന്ദ കണ്ണീരോടെ വീണ്ടും ആ സ്വർണ്ണക്കിരീടം ഉയർത്തുമെന്ന് സാറിന് വിശ്വസിക്കാൻ തോന്നുന്നുണ്ടോ? അല്ല, സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇതുവരെ ഈ ടൂർണമെൻറ്റിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സ്പെയിൻ എന്ന് പറഞ്ഞ ടീം ഒരു ടീം വർക്കാണ്. ഇൻഡിവിജ്വൽ ഇതല്ല, അവർ ടീം വർക്കാണ്. വൺ ടച്ച് പാസ് ചെയ്ത് ഇങ്ങനെ നല്ല പാസ് ചെയ്ത് കളിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ എൻ്റെ ഒരു ഇതനുസരിച്ച് കളിയുടെ ഇത് വെച്ച് നോക്കിയപ്പോഴത്തേക്കും സ്പെയിനാണ് കുറച്ച് കൂടുതൽ ചാൻസ് ഉള്ളത്. സ്പെയിനാണ്. പിന്നെ അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം അവർ മോശമൊന്നുമല്ല. അവർ മെസ്സി കളിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ കുറച്ച് യങ്സ്റ്റേഴ്സ് ഉണ്ട്. അവർ മിക്കവാറും ഗോൾ സ്കോർ ചെയ്യുന്നത്, തിരിച്ചടിക്കുന്നതും എല്ലാം ഇഞ്ചുറി ടൈമിലാണ് അവരുടെ ഗോൾസ് എല്ലാം വരണം മിക്കവാറും. അത് അടിക്കുന്നതെല്ലാം മെസ്സി തന്നെ അടിക്കണമെന്നില്ല. മറ്റുള്ള യങ്സ്റ്റേഴ്സിന് ചാൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, അവർ അത് സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ തോറ്റ് നിന്നിട്ട്
ഒരുപാട് കളി ഇങ്ങനെ 2-3 കളികളോളം അവർ ജയിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് അർജൻറ്റീനയ്ക്ക് കാണും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സ്പെയിന് കളി തുടങ്ങി ആദ്യം 1 ഗോളോ അല്ലെങ്കിൽ 2 ഗോളോ അടിച്ചെന്ന് പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് സ്പെയിൻ കപ്പടിക്കുമെന്ന് നമുക്ക് അപ്പോഴും പറയാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ കളി തീരുന്നത് വരെ എന്തായാലും ഒരു ടഫ് മാച്ച് തന്നെ ആയിരിക്കും. 2 ടീമുകളും ഒന്നിനൊന്ന് മെച്ചമാണ്. എന്തായാലും 90 മിനിറ്റ് വരെ പ്രവചനാതീതമായിരിക്കും. നമുക്ക് ഒരിക്കലും ഒന്നും പറയാൻ പറ്റത്തില്ല. മുൻപുള്ള അർജന്റീനയുടെ മത്സരങ്ങൾ കണ്ടിട്ടുള്ളവർക്കറിയാം, ഗോളുകൾക്ക് പുറകെ നിന്നിട്ട് പോലും അവസാന 10-15 മിനിറ്റിൽ തിരിച്ചുവരവ് കാണിച്ച കംബാക്കിൻ്റീന എന്നൊരു ശൈലി, ഒരു പേര് തന്നെ അർജന്റീനയ്ക്ക് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ. നമുക്ക് എന്തായാലും വേറൊരു സാറിനോട് ചോദിക്കാം. സാർ, ചോദ്യം മറ്റൊന്നുമല്ല. നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് 90 മിനിറ്റിൻ്റെ കളിയാണ്. നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റത്തില്ല ആര് ജയിക്കും ആര് തോൽക്കും. എത്ര ഗോളിന് പുറകെ നിന്നാലും, ഇതൊരു സിനിമ ഡയലോഗാണ്, സുഡാനി ഫ്രം നൈജീരിയ സൗബിൻ സാഗർ പറഞ്ഞ ഡയലോഗാണ്. നമുക്കൊരു വിശ്വാസമുണ്ട് ഫുട്ബോൾ കളിക്കാർക്ക്, എത്ര ഗോളിന് പുറകെ നിന്നാലും അവസാനം വിസിൽ വിഴുങ്ങുന്നതിന് മുമ്പ് വരെ ഗോൾ അടിച്ച് സമനില വീഴ്ത്തുമെന്ന്. അപ്പോൾ ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അർജന്റീനയ്ക്ക് 2018 തങ്ങളെ തോപ്പിച്ച ഒരു ടീമിനുള്ള പകരം ചെയ്യാനുള്ളത് അത് സ്പെയിനാണ്. ഇന്ന് അർജന്റീനയും സ്പെയിനും ഇറങ്ങുമ്പോൾ പ്രിയപ്പെട്ടവനും തമ്മിലൊരു പോരാട്ടമാണ്. മെസ്സി എന്ന താരത്തെ വളർത്തിയെടുത്ത നാടാണ് സ്പെയിൻ. മെസ്സിയുടെ വളർത്തുനാടും കൂടിയാണ് സ്പെയിൻ. ആ വളർത്തുനാടും തൻ്റെ പെറ്റനാടും പോറ്റനാടും തമ്മിലുള്ള പോരാട്ടത്തിലാണ് ഇന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഒരു വൈകാരികമായ മത്സരം കൂടിയായിരിക്കും ഇത്. സാർ, ഈ മത്സരത്തിന് ഒരു പോരാട്ട വീര്യത്തോടാണോ ആ രീതിയാണ് വീക്ഷിക്കുന്നത്, അതോ ഒരു വൈകാരികമായ ഒരു മത്സരമായിട്ടാണ് കാണുന്നത്? അല്ല, തീർച്ചയായിട്ടും ഈ പറഞ്ഞ കണക്കെ തന്നെ 2 ടീമുകളും വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ടീമാണ് രണ്ടും. കഴിഞ്ഞ കളികളൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കിയത് അങ്ങനെയാണ്. പിന്നെ അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇപ്പോൾ ഈ ലാസ്റ്റ് കളികളെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 2 ഗോളിന് പുറകിൽ നിന്നിട്ടാണ് വീണ്ടും ഗോളടിച്ചിട്ട് വിന്നായിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് തന്നെ സാറും നമ്മുടെ ഇപ്പം സീനിയർ പ്ലേയേഴ്സെല്ലാം പറഞ്ഞതുപോലെ നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല ഈ കളിയെന്ന് പറയുന്നത്. എന്നാലും ഇന്നത്തെ കളിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് കൂടുതൽ ചാൻസ് സ്പെയിനാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ കളിയാണ്, നമുക്കത് പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ പറഞ്ഞ കണക്ക് തന്നെ അർജൻറ്റീന പുറകിൽ നിന്നിട്ട് ജയിച്ച കളികളാണ് പലതും. പിന്നെ അങ്ങനെ സംഭവിക്കാം. സാറ് പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. അർജന്റീന സ്പെയിൻ സ്കോഡ് നമ്മളൊന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ അർജന്റീന എക്സ്പീരിയൻസ് സ്കോഡാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിന് ഇറങ്ങിയ സ്കോഡിന് ചില്ലറ മാറ്റങ്ങൾ വരുത്തിയാണ് ഇരുന്നത്. കാരണം വേൾഡ് കപ്പ് എന്ന വിശ്വവേദിയെ ഒരിക്കൽ എതിരിട്ടവരാണ്. അതിൻ്റെ ആ ഒരു സ്ട്രെസ്സും അതിൻ്റെ ആ ഒരു ഭീകരതയും എന്താണ് പറയേണ്ടത്, ആ ഒരു നമ്മൾ പ്രഷർ എന്നൊക്കെ പറയും, അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത പ്ലെയേഴ്സാണ് അർജന്റീനയ്ക്കുള്ളത്. പക്ഷേ മറുവശത്ത് സ്പെയിൻ അങ്ങനെയല്ല. സ്പെയിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സ്പെയിൻ ഫ്രഷ് ബ്ലഡാണ്, യുവാക്കളാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിന് അവർ ജപ്പാനോട് പ്രീ ക്വാർട്ടർ തോറ്റു പുറത്തായ ടീമാണ്. 2010 ശേഷം ഒരു നോക്കൗട്ട് മത്സരം ജയിച്ച് ജയിക്കുന്നത് ഈ കൊല്ലം. പക്ഷേ നോക്കൗട്ട് മത്സരം ജയിച്ച് വരിവരിയായി ജയിച്ച് അവർ ഫൈനൽ വരെ എത്തി. അപ്പം യുവത്വങ്ങളുടെ ഒരു കൂട്ടം കൂടിയാണ് സ്പെയിൻ എന്ന ടീം. പക്ഷെ മറുവശത്ത് അർജന്റീന അങ്ങനെയല്ല, പ്രായം ചെന്ന കളിക്കാരാണ്. പക്ഷേ അവിടെ ഒരു കാര്യം അവർക്ക് ഇതുണ്ട്, ഒരു മേൽക്കൈയായിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, അർജന്റീനൻ താരങ്ങളുടെ എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ എക്സ്പീരിയൻസ് അർജന്റീനയ്ക്ക് ഈ മത്സരത്തിന് എന്താണ് ഒരു മുതൽക്കൂട്ടാവോ? അത് പറയുകയാണെങ്കിൽ ഇപ്പം മെസ്സിയുടെ കളി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ശരിക്കും ആ ടീമിനെ കളിപ്പിക്കുന്നതിൽ നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട്. അത് ഓരോ പാസ് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പുള്ളിയുടെ പാസ്. ഇപ്പം നമ്മൾ ആ തോറ്റ് നിൽക്കുന്ന എന്നുള്ള രീതിയിലുള്ള അവരുടെ ആ ഒരു അറ്റാക്കിങ് പോകുന്നത്. പക്ഷേ ആ കിട്ടുന്ന ബോൾ കറക്റ്റ് ആയിട്ട് പാസ് ചെയ്യാനായിട്ടുള്ള ഒരു മിടുക്ക് മെസ്സിക്കുണ്ട്. അത് ക്രോസ് ആയിരുന്നാലും ശരി, പാസ്സായിരുന്നാലും ശരി, കറക്റ്റായിട്ട് അവർ ആ ഒരു കാര്യത്തിൽ മുന്നോട്ടാണ് പോകുന്നത്.